ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എന്തായാലും ഒരു ചക്ക കിട്ടി, വാങ്ങിയതാ കേട്ടോ. അത് നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അതിനെ കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി കട്ട് ചെയ്യുകയാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ, എന്നാലും ഒപ്പിച്ചൊക്കെ എടുത്തു. എല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ അതിൻ്റെ കുരുവെല്ലാം മാറ്റി ചക്കച്ചുളയും ഒരു പാത്രം നിറച്ച് കിട്ടി. കുരുവും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെറുതായി കട്ട് ചെയ്തു. ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ കൂട്ടുകാരെ, കണ്ടോളൂ. കട്ട് ചെയ്തത് മിക്സി ജാറിൽ നല്ലപോലെ അരച്ചെടുത്തു. ഉരുളി വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചു. ഈ അരച്ച് വെച്ച ചക്ക അതിലോട്ടിട്ട് നല്ലതുപോലെ നെയ്യുമായി വരട്ടിയെടുക്കണം. നല്ല പോലെ നെയ്യും ചക്കയും കൂടി വരട്ടിയിട്ട് അതിലോട്ട് ശർക്കരപ്പൊടി ഒരു ബൗളിൽ കുറച്ച് അതിനാവശ്യമായ ശർക്കര എടുത്ത് അതിലോട്ടിട്ട് ശർക്കര ഉരുകി ചേരുന്നതിനാവശ്യമായി കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തു. നെയ്യും ശർക്കരയും അരച്ച ചക്ക അത് മൂന്നും നല്ലതുപോലെ കുറച്ച് നെയ്യും കൂടെ വീഴ്ത്തി വരട്ടിയെടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഉരുളി ആയതുകൊണ്ട്, കനമുള്ള ചൂടുള്ള ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കത്തില്ല. എന്നാലും നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നെയ്യും ശർക്കരയും ചക്കയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. നല്ലതുപോലെ ഇളക്കി അതിലോട്ടെല്ലാം യോജിച്ച് വരുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് ഏലക്കായും കുറച്ച് ചുക്കുപൊടിയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മൾ നല്ലതുപോലെ അതിനെ ഇളക്കിയെടുക്കണം. ചക്ക വരട്ടി വെച്ചാൽ കുറച്ച് ദിവസം വച്ചിരുന്ന് കഴിക്കാം. നല്ലതുപോലെ ഇളക്കി നല്ല വരണ്ട് വരുമ്പോൾ പാകമാകുന്നത് ഉരുളിയിൽ നിന്നും അത് വിട്ട് വരും. നമ്മൾ തവി കൊണ്ട് കോരും. അങ്ങനെ ചക്ക വരട്ടി റെഡിയായി.